അമേരിക്കൻ ഐക്യനാടുകളുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ നിർണായകമായ വഴിത്തിരിവ് കുറിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനം ആഗോള വിപണികളിൽ അപ്രതീക്ഷിതമായ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് അഥവാ ഫെഡറൽ റിസർവിന്റെ തലപ്പത്തേക്ക് കെവിൻ വാർഷിനെ നാമനിർദ്ദേശം ചെയ്ത വാർത്ത പുറത്തു വന്നതോടെ നിക്ഷേപകർക്കിടയിൽ പരിഭ്രാന്തിയും ആവേശവും ഒരുപോലെ പ്രകടമായി. കേവലം ഒരു വ്യക്തിയുടെ നിയമനം എന്നതിലുപരി ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഗതിമാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു നിർണായക നീക്കമായാണ് സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഈ ഒരൊറ്റ തീരുമാനത്തിലൂടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിപണിയിൽ ദശാബ്ദങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിക്ഷേപകർ തങ്ങളുടെ ലാഭം തിരിച്ചുപിടിക്കാനുള്ള തിരക്കിലായതോടെ വിപണിയിൽ വലിയ തോതിലുള്ള അസ്ഥിരത പ്രകടമായി. ഈ സാഹചര്യത്തിൽ ആരാണ് കെവിൻ വാർഷ് എന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ വിപണി വിറച്ചതെന്നും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ ഫെഡറൽ റിസർവ് ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവിടുത്തെ പലിശ നിരക്കുകളിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിപണികളെ ബാധിക്കാറുണ്ട്. നിലവിലെ ഫെഡ് ചെയർമാൻ ജെറോം പവലും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ശീതയുദ്ധം വർഷങ്ങളായി തുടരുന്ന ഒന്നാണ്. പലിശ നിരക്ക് കുറച്ച് വിപണിയിൽ പണമൊഴുക്ക് വർദ്ധിപ്പിക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തിന് ജെറോം പവൽ പലപ്പോഴും വഴങ്ങിയിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് തന്റെ നയങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഫെഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ട്രംപ് തീരുമാനിച്ചത്. കെവിൻ വാർഷ് എന്ന പേര് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് വിപണിയിൽ വലിയൊരു വിഭാഗം പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു. നാഷണൽ ഇക്കണോമിക് കൗൺസിൽ ഡയറക്ടർ കെവിൻ ഹാസറ്റ്, ക്രിസ്റ്റഫർ വോളർ തുടങ്ങിയ പ്രമുഖരെ പിന്തള്ളിയാണ് വാർഷ് ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നത് അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ വെളിപ്പെടുത്തുന്നു. കെവിൻ വാർഷിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഒരു കടുത്ത പണനയത്തിന്റെ വക്താവാണെന്ന് കാണാൻ സാധിക്കും. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി പലിശ നിരക്ക് ഉയർന്ന നിലയിൽ നിലനിർത്തണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ രസകരമായ വസ്തുത സമീപകാലത്ത് ട്രംപിന്റെ പലിശ കുറയ്ക്കൽ നയങ്ങളെ അദ്ദേഹം പിന്തുണച്ചു എന്നുള്ളതാണ്. ഈ വൈരുദ്ധ്യം വിപണിയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. വാർഷ് ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം പഴയതുപോലെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമോ അതോ ട്രംപിന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുമോ എന്ന ചോദ്യമാണ് നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാപനമെന്ന നിലയിൽ ഫെഡറൽ റിസർവിന്റെ വിശ്വാസ്യതയെ ഈ രാഷ്ട്രീയ നിയമനം ബാധിക്കുമോ എന്ന പേടിയും വിപണിക്കുണ്ട്. ഈ അനിശ്ചിതത്വമാണ് ഡോളറിനെ പെട്ടെന്ന് ശക്തിപ്പെടുത്തുന്നതിലേക്കും സ്വർണ്ണവില താഴേക്ക് പതിക്കുന്നതിലേക്കും നയിച്ചത്. സ്വർണവും ഡോളറും തമ്മിലുള്ള ബന്ധം എപ്പോഴും ഒരു തുലാസിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഒന്നുയരുമ്പോൾ മറ്റൊന്ന് താഴുന്നത് സ്വാഭാവികമാണ്. കെവിൻ വാർഷിന്റെ വരവോടെ അമേരിക്കൻ ഡോളർ ശക്തിയാർജിക്കുകയും ഡോളർ ഇൻഡെക്സ് ഗണ്യമായി ഉയരുകയും ചെയ്തു. ഡോളർ ശക്തമാകുമ്പോൾ രാജ്യാന്തര വിപണിയിൽ സ്വർണം വാങ്ങുന്നതിനുള്ള ചിലവ് വർദ്ധിക്കുന്നു. ഇത് സ്വാഭാവികമായും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുകയും വില താഴേക്ക് നയിക്കുകയും ചെയ്യും. വ്യാഴാഴ്ച വരെ സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയിരുന്ന സ്വർണ്ണവില ഈ പുതിയ പ്രഖ്യാപനത്തോടെ തകർന്നടിയുകയായിരുന്നു. ഔൺസിന് $5000 മുകളിൽ നിന്നിരുന്ന സ്വർണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ $4800 ഇടിഞ്ഞു. വെള്ളി വിപണിയിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത്. 1980-കൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് വെള്ളിവിലയിൽ ഒരു ദിവസത്തിനുള്ളിൽ ഉണ്ടായതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ ആഗോള തകർച്ചയുടെ പ്രതിഫലനം കേരളത്തിലെ സ്വർണ്ണ വിപണിയിലും പ്രകടമായി കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിലൊന്നായ ഇന്ത്യയിലെ നിക്ഷേപകർക്ക് ഇത് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. കേരളത്തിൽ പവൻ വിലയിൽ 5000 മുതൽ 8000 രൂപ വരെ കുറവുണ്ടാകാനുള്ള സാഹചര്യം ഈ നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നു. സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കരുതുന്നവർക്ക് ഈ വിലയിടിവ് വലിയ തിരിച്ചടിയാണെങ്കിലും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ആഭരണ വിപണിയിൽ വരും ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് വ്യാപാരികൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ വിപണിയിലെ ഈ അസ്ഥിരത കാരണം പലരും ഇപ്പോഴും ജാഗ്രതയോടെയുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിക്ഷേപങ്ങളുടെ മൂല്യം ചോർന്നു പോകുന്നത് കണ്ട നിക്ഷേപകർ ലാഭമെടുപ്പിനായി കൂട്ടത്തോടെ സ്വർണം വിറ്റഴിച്ചതും വിലയിടിവിന്റെ ആക്കം വർദ്ധിപ്പിച്ചു. ഗോൾഡ്, സിൽവർ ETF-കൾ അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയവർക്കും കെവിൻ വാർഷ് ആഘാതം കനത്ത നഷ്ടമുണ്ടാക്കി. ഇന്ത്യയിലെ ഗോൾഡ് ETF-കൾ 10%-ഓളമാണ് ഇടിഞ്ഞത്. വെള്ളി ETF-കളിൽ ഇത് ഏകദേശം 24%-ഓളമാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം ഫണ്ടുകളിൽ നിന്ന് നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ തുടങ്ങിയതോടെ വിപണി കൂടുതൽ സമ്മർദ്ദത്തിലായി. സാമ്പത്തിക അനിശ്ചിതത്വം നിലനിൽക്കുന്ന സമയങ്ങളിൽ സ്വർണം ഒരു സുരക്ഷിത താവളമായിട്ടാണ് നിക്ഷേപകർ കാണാറുള്ളത്. എന്നാൽ പലിശ നിരക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ വരുമ്പോൾ സ്വർണത്തേക്കാൾ ലാഭകരമായി മറ്റ് നിക്ഷേപങ്ങൾ മാറുന്നു. ഇതാണ് സ്വർണത്തിൽ നിന്നുള്ള മൂലധനത്തിന്റെ ഒഴുക്കിന് പ്രധാന കാരണമായത്. ഭാവിയിൽ സ്വർണ്ണവിലയുടെ ഗതി എന്തായിരിക്കും എന്നത് കെവിൻ വാർഷിന്റെ പ്രവർത്തനങ്ങളെയും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും.
ജെറോം പവലിന്റെ കാലാവധി 2026 മെയ് മാസത്തിലാണ് അവസാനിക്കുന്നത്. അതിനുശേഷം മാത്രമേ വാർഷ് ഔദ്യോഗികമായി ചുമതലയേൽക്കുകയുള്ളൂ. അതുവരെ നിലവിലെ നയങ്ങളിൽ വലിയ മാറ്റമുണ്ടാകാനിടയില്ലെങ്കിലും വിപണി എപ്പോഴും മുൻകൂട്ടി പ്രതികരിക്കുന്ന സ്വഭാവമാണുള്ളത്. ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങളും ഗ്രീൻലാൻഡ് വിഷയത്തിലെ നിലപാടുകളും ഇറാൻ-US ബന്ധവും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളാണ്. റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയും ആഗോളതലത്തിൽ യുദ്ധഭീതി ഒഴിയുകയും ചെയ്താൽ സ്വർണ്ണവില വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യത വിദഗ്ധർ കാണുന്നുണ്ട്. എന്നാൽ കെവിൻ വാർഷ് ട്രംപുമായി പലിശ നിരക്കിന്റെ പേരിൽ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചാൽ സാഹചര്യം വീണ്ടും മാറാം. ചുരുക്കത്തിൽ കെവിൻ വാർഷിന്റെ നിയമനം വെറുമൊരു ഔദ്യോഗിക നടപടിയല്ല, മറിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കാനുള്ള ട്രംപിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഇത് വിപണിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന വിള്ളലുകൾ ഉടനെയൊന്നും അടയാൻ സാധ്യതയുമില്ല. പലിശ നിരക്ക് കുറയ്ക്കുന്നതിലൂടെ ബിസിനസ് മേഖലയെ ഉത്തേജിപ്പിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെങ്കിലും അത് പണപ്പെരുപ്പത്തിന് കാരണമാകുമോ എന്ന ആശങ്ക ബാക്കിയുണ്ട്. സ്വർണ്ണവിലയിലെ ഈ വലിയ ഇടിവ് ഒരു തിരുത്തലാണോ അതോ ദീർഘകാലത്തേക്കുള്ള താഴത്തേക്കുള്ള പോക്കാണോ എന്ന് വരും മാസങ്ങളിലെ സാമ്പത്തിക കണക്കുകൾ വ്യക്തമാക്കും. നിക്ഷേപകർക്ക് ഈ സാഹചര്യം ഒരു പാഠമാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും തങ്ങളുടെ സമ്പാദ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് അവർ തിരിച്ചറിയുന്നു. വിപണിയിലെ ഈ കൊടുങ്കാറ്റടങ്ങുന്നതുവരെ കരുതലോടെയുള്ള നിക്ഷേപ തന്ത്രങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ നിക്ഷേപകർക്ക് മുന്നിലുള്ള പോംവഴി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.